ഹായ് ഫ്രണ്ട്സ്, ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പം മിക്സ് കൊണ്ട് നല്ല സോഫ്റ്റായ വട്ടയപ്പം എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനു മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ എല്ലാ ദിവസവും രാവിലെ 8 മണിക്ക് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വ്യത്യസ്തമായ വീഡിയോ നിങ്ങളുടെ കൈകളിലേക്ക് പെട്ടെന്ന് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മളിവിടെ ഡബിൾ ഹോഴ്സ് ഇൻസ്റ്റൻറ്റ് ഈസി പാലപ്പം മിക്സാണ് എടുത്തിരിക്കുന്നത്. ഒരു മിക്സിയുടെ ജാറിൽ 1.5 മുറി തേങ്ങ നല്ല പാല് പോലെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ വലിയ ജീരകവും 1/2 സ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് നന്നായി അടിച്ചെടുക്കാം. നല്ല പാല് പോലെ അടിച്ചെടുത്ത ഈ തേങ്ങ നമുക്ക് ഒരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വെച്ചേക്കാം. അതിനുശേഷം നമ്മൾ ഈ സെയിം ജാറിൽ തന്നെ ഒരു 1.5 കപ്പ് ഇളം ചൂടുവെള്ളം ആദ്യം ഒഴിച്ച് കൊടുക്കണം. കൂടെ ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കണം. പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണം. നമ്മളിവിടെ അര കിലോ ഈസി പാലപ്പം മിക്സാണ് എടുത്തിരിക്കുന്നത്. ഈ കപ്പ് കൊണ്ട് 125 ഗ്രാമിൻ്റെ കപ്പാണ്. ഇതുകൊണ്ട് 4 കപ്പ്. ആദ്യം നമ്മൾ 1.5 കപ്പ് ഇളം ചൂടുവെള്ളം മിക്സിയുടെ ജാറിലിട്ടിട്ട് വേണം ഈ പൊടി നമ്മൾ അതിലേക്ക് ഇടാൻ. അതല്ലെങ്കിൽ പൊടി മിക്സിയുടെ അടിയിൽ ഒട്ടിപ്പിടിക്കും. എന്നിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുക. നമ്മൾ പാല് പോലെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിലേക്ക് നമ്മൾക്ക് ചേർത്ത് കൊടുത്ത് അടിക്കാം. നമ്മൾ വെള്ളയപ്പമല്ല വട്ടയപ്പമാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ കുറുകിയിരിക്കണം. അധികം വെള്ളം ചേർക്കരുത്. ആവശ്യത്തിന് മാത്രമേ വെള്ളം ചേർക്കാവൂ. ഇത് നമുക്ക് ഒരു ബൗളിലേക്ക് ഒഴിച്ച് 1 മണിക്കൂർ നമുക്ക് നന്നായി മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമ്മൾ പെട്ടെന്ന് നമുക്ക് ഇത് വീർത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ മൂടിയുടെ മേലെ ഒരു പാത്രത്തിൽ വെള്ളം, നന്നായി തിളപ്പിച്ച വെള്ളം ഈ മൂടിയുടെ മേലെ കയറ്റി വയ്ക്കാം. തിളച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നന്നായി നല്ല ചൂട് വേണം. അത് ഈ മൂടിയുടെ മേലെ കയറ്റി വെച്ചാൽ നമുക്ക് 1 മണിക്കൂറിന് മുന്നേ തന്നെ മാവ് നന്നായി വീർത്ത് കിട്ടും. ഇപ്പോൾ ഇതുപോലെ മാവ് നന്നായി വീർത്ത് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇത് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടില്ല. 1 മണിക്കൂർ ഇരുന്നപ്പോൾ നമുക്ക് ഇത്രയും വീർത്ത് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കശുവണ്ടിപ്പരിപ്പ് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ ഈ അപ്പം കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് ഈ കശുവണ്ടിപ്പരിപ്പ് ഒന്ന് കടിക്കുമ്പോൾ ഒരു പ്രത്യേക ഫീലായിരിക്കും. നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാനിവിടെ 2 മോഡലിലുള്ള പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിലൊന്ന് ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ തവയിൽ വെച്ച് മറ്റൊന്ന് ഇഡ്ഡലിച്ചെമ്പിൽ വെച്ചാണ് വേവിക്കുന്നത്. ഇതിൽ നമുക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായി ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു വട്ടയപ്പോ വെള്ളയപ്പോ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ ഡബിൾ ഹോഴ്സിൻ്റെ ഈസി പാലപ്പം മിക്സ് വാങ്ങിച്ചാൽ മതി. കാരണം 1 മണിക്കൂർ കൊണ്ട് നമുക്ക് അപ്പം തയ്യാറാക്കിയെടുക്കാം. വെള്ളയപ്പം ആണെങ്കിൽ നമുക്ക് ഒരു 1/2 മണിക്കൂർ വെച്ചാൽ മതി. അതുമല്ല തേങ്ങ അടിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് വട്ടയപ്പം ആയതുകൊണ്ട് മാത്രമാണ് തേങ്ങ അരച്ചിട്ടത്. ഓയിൽ ഗ്രീസ് ചെയ്ത ഈ പ്ലേറ്റിലേക്ക് നമുക്കിനി മാവ് ഒഴിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ ഹാഫ് ഭാഗം മാത്രം നമുക്ക് മാവ് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് ഈ മാവ് ഒഴിച്ചതിന് മേലെ കുറച്ച് കശുവണ്ടി പരിപ്പ് ചെറുതാക്കി മുറിച്ചത്, ചെറിയ കഷ്ണങ്ങളാക്കിയത് നമുക്കിതിൻ്റെ മേലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മസും കൂടി ഇതിന് മേലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇതിലൊരു പ്ലേറ്റ് ഞാൻ ഇഡ്ഡലി ചെമ്പിലും 1 പ്ലേറ്റ് നോൺ സ്റ്റിക്കിൻ്റെ കടായിലും വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഒരു 15 മിനിറ്റ്
നമ്മൾ വെച്ചാൽ മതി. പെട്ടെന്ന് നമുക്കിത് കുക്കായി കിട്ടും. നമുക്കിനി ഒരു 15 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിനി മൂടിയൊന്ന് മാറ്റി നോക്കാം. നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഒരു കത്തിയോ അതല്ലെങ്കിൽ ടൂത്ത് പിക്കോ എന്തെങ്കിലും കൊണ്ട് ഒന്ന് കുത്തി നോക്കാം. ഇത് നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. ഞാനൊരു കത്തി ഉപയോഗിച്ചാണ് നോക്കിയിരിക്കുന്നത്. ഡബിൾ ഹോൾസിൻ്റെ ഈസി പാലപ്പം മിക്സ് കൊണ്ട് നല്ല സൂപ്പറായിട്ട് നമ്മളിപ്പോൾ വട്ടയപ്പം തയ്യാറാക്കി എടുത്തു കഴിഞ്ഞു. എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. വളരെ എളുപ്പമായി തന്നെ നമുക്ക് വട്ടയപ്പം തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നാളെ ഒരു വ്യത്യസ്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.